Good morning. Okay. Okay, Revati, Sanila. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഏതാണ് ലോണ്ടറി ആൻഡ് ലീനിയൻ കംപ്ലീറ്റ് ആയി. അപ്പൊ അതോടുകൂടി നമ്മുടെ തേർഡും ഫോർത്തും മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരുന്ന കേട്ടോ പറയുന്നത്. ഇപ്പൊ ആദ്യ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ആദ്യ മിസ് എടുത്തോണ്ടിരിക്കുന്ന മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തേക്കുന്നേ. അപ്പോ ഇപ്പൊ എനിക്ക് ഈ മൺഡേ എനിക്ക് ആയതുകൊണ്ട് ഞാൻ അതിന്റെ മിസ് എടുത്തതിന്റെ കണ്ടിന്യൂ ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് എത്രത്തോളം എടുക്കുന്നു അത് നെക്സ്റ്റ് വെനസ്ഡേ മിസ് തന്നെ അത് ബാക്കിത്തെ എടുക്കും. അല്ലെങ്കിൽ ഞാൻ ആരാണ് കയറാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇനി കുറച്ചുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോ ഇന്നിപ്പോ ഞാൻ അതിന്റെ ആതിര മിസ് എടുത്തതിന്റെ കണ്ടിന്യൂ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. തീർന്നു നിങ്ങളുടെ ചാപ്റ്റേഴ്സ്. ലാസ്റ്റ് സെക്ഷനാണ് ചാപ്റ്റർ. ഇനിയിപ്പം വന്ദന മിസ്സും എടുക്കുന്നതും ഈ ആതിര മിസ് എടുക്കുന്ന ചാപ്റ്ററും കൂടി ഉള്ളൂ അല്ലേ? അതായത് നിഷ മാം എടുത്തോണ്ടിരുന്നതാണ് അല്ലെ? നിഷ മിസ് എടുത്തോണ്ടിരുന്നതിന്റെ കണ്ടിന്യൂ ആണ് വന്ദന മിസ് എടുക്കണേ. അതുപോലെ തന്നെ ആതിര മിസ് എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വേഗം അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ നിങ്ങക്ക്? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേഗം തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആ ഒരു സെക്ഷനാണ് നമ്മൾ ഇല്ല മിസ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്കറിയാം നിങ്ങൾ വേറെ കുഴപ്പമൊന്നും പറയില്ല എന്ന്. നമുക്കത് വേഗം തീർക്കണം, അത്രേ ഉള്ളൂ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആരെടുത്താലും പ്രശ്നമില്ലല്ലോ. എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സ് എടുക്കാൻ വില്ലിങ് ആണ്. പക്ഷെ ഒരാൾക്ക് തന്നെ ഫുള്ള് ഈ ടൈമിനുള്ളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സും ഡിവൈഡ് ചെയ്തെടുക്കണമെന്നുള്ളൂ. ഇതുപോലെ ലാസ്റ്റ് തീരാറാവുമ്പോ ആർക്കടെയാണ് ആദ്യം തീർന്നത്. ഇപ്പൊ എനിക്കാണ് ഇവിടെ കൂടുതൽ ക്ലാസ് ഉണ്ടായിരുന്നത് അല്ലെ? ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരാണ് തീരണേന്ന് വെച്ചാൽ അവര് മറ്റു മിസ്സുമാരെടുത്ത ചാപ്റ്റേഴ്സ് ഷെയർ ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യും. ലാസ്റ്റ് എത്തുമ്പോ എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്താലേ വേഗം തീർക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ് ഫോർ പേഷ്യന്റ് അറ്റ് ഹോസ്പിറ്റൽ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ അഡ്മിറ്റ് ആയിട്ടൊക്കെ കിടക്കുമ്പോഴും ഡിസ്ചാർജ് ചെയ്ത് പോകാറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സർവേ എടുക്കാറുണ്ട് അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റ്യനെയർസ് പോലെ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ അത് ടിക്കറ്റ് കൊടുക്കണം. എന്തിനാ ശരിക്കും? എന്താ പറയാ, അത് ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്? നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണോ? നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇതിനു മുന്നേ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് സർവീസ് എടുക്കും അല്ലെ? അപ്പൊ അത് എന്താ പറയാ, അപ്പൊ നമുക്കുടെ കാര്യങ്ങള് എന്താ പറയാ നമുക്ക് തുറന്ന് അതില് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പൊ അതെന്താ എന്താ പറയാ, എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും? നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്താണ്, ആ ഹോസ്പിറ്റലിനോടുള്ള പേഷ്യന്റിന്റെ ഒരു അനുഭവം എന്താണ് എന്നൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വല്ല സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂലേ അല്ലെ? നമ്മൾ പറയും നിങ്ങൾ അതിന് തൃപ്തരാണോ, ആ സർവീസിന് നിങ്ങൾ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അല്ലാത്തവര് അല്ലാന്ന് പറയും. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അപ്പൊ നമ്മുടെ സജഷൻ എഴുതുമ്പോൾ അവരത് എന്താ പറയാ, അത് നോക്കിയിട്ട് അത് ഇനി പ്രാബല്യത്തിൽ വരുത്താൻ നോക്കും അല്ലെ? കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും വരുത്തേണ്ട സെക്ഷനുകൾ ഉണ്ടോ? നമ്മൾ അങ്ങനെയല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കും അല്ലെ? പേസ് എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത്രയും അത് ഞങ്ങൾക്ക് അത് ഇതാവുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും അല്ലെ? റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരും. അങ്ങനെയല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ? അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെന്ന് ശരിക്കും അനലൈസ് ചെയ്യാനാണ് ഈ സർവേകൾ
ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഇവിടെ എന്താ നമ്മുടെ ഹെഡിങ് എന്താ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസുകൾ പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഉള്ള ബെനിഫിറ്റ്സ് എന്താണ്, എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഹോസ്പിറ്റലിനും അതുപോലെ പേഷ്യൻസിനും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഹെഡിങ്. മനസ്സിലായില്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആർക്കൊക്കെ? പേഷ്യന്റിനും ഹോസ്പിറ്റലിനുമുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, patient satisfaction surveys are important way to scale how the patient feel about their experience with the practice. കണ്ടോ? patient satisfaction survey are important way, ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ത് ചെയ്യുന്നതിന്? to scale, നമ്മൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് how the patient feel about their experience with the practice. അല്ലെ? ആ ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിലെ ഒരു എക്സ്പീരിയൻസ്, അല്ലെ, അവർക്കുടെ ഒരു അനുഭവം എങ്ങനെ തോന്നുന്നു, അല്ലെ ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ തോന്നുന്നു എന്ന് അളക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഏത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ആ സർവേ എടുത്ത് അല്ലെങ്കിൽ സർവേ നോക്കി കഴിയുമ്പോഴല്ലേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ പേഷ്യൻസ് ആ ഒരു അവര് കൊടുക്കുന്ന സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലേ? അത് നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? ആ പേഷ്യൻസിന് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അനുഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്താണ് എന്ന് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഡാഷ് ആർ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ ഹൗ ദ പേഷ്യന്റ് ഫീൽ അബൌട്ട് ദർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രാക്ടീസ്. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. കണ്ടന്റഡ് പേഷ്യൻസ്. കണ്ടന്റഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ്, അല്ലെ? സംതൃപ്തരായ പേഷ്യൻസ്. കണ്ടന്റഡ് പേഷ്യൻസ്, സംതൃപ്തരായ പേഷ്യൻസ് എന്ന് പറഞ്ഞത് എന്താ? ആർ മോർ പ്രോബബിളി. പ്രോബബിളി എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതലാണെന്ന്. എന്തിന്? to suggest the hospital to others. അല്ലെ? അതായത് ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്യാൻ, മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയല്ലേ? നമ്മൾ പറയൂലേ, ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ, അവിടെ നല്ല സർവീസ് ആണ്, നല്ല കെയർ ആണ് തരുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നല്ലതാണ്, അല്ലെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് നല്ലതാണ്. അങ്ങനെ നമുക്ക് എന്താ പറയാ, അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, സംതൃപ്തരാണെങ്കിൽ, നമ്മള് മറ്റുള്ളവരോട് ആ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യൂലേ? ആ സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ? ഞാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും. നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾ കുട്ടികളുടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ആ ഡോക്ടറിനെ കാണിക്കട്ടോ, നല്ല ഇതാണെന്നുള്ളത്. നമ്മൾ അതായത് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അപ്പൊ എന്ത് ചെയ്യും? നമ്മളും മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യും, അല്ലെ? ആ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും. ഇതാ പറഞ്ഞേക്കുന്നത്, കണ്ടന്റ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു അതേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫൈൽ കംപ്ലൈന്റ്സ്. പിന്നെ എന്താ? അവര് കംപ്ലൈന്റ് പരാതികൾ ഫയൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അല്ലേ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും പരാതി പറയേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ലെ? അതാ പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അവിടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത് അവര് മറ്റുള്ളവർക്ക് ആ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അവര് ആ കംപ്ലൈന്റ്സുകൾ ഫയൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, അല്ലെ? അതായത് കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല, നമ്മൾ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ്. അത് earning and maintaining high patient satisfaction score benefits medical organization and the patients in a lot of ways. കണ്ടോ? earning വെച്ചാൽ സമ്പാദിക്കുക, അല്ലെങ്കിൽ ഏൺ ചെയ്യുക, അല്ലെ? and maintaining high patient satisfaction score, ഒരു ഉയർന്ന patient satisfaction score മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിലനിർത്തുന്നതിനും അത് ഏൺ ചെയ്യുന്നതും മെഡിക്കൽ ഓർഗനൈസേഷനുകൾക്ക്
ബെനിഫിഷ്യൽ മെഡിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് പേഷ്യൻസ്. അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ്? ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആണ് അല്ലെ? പേഷ്യൻസിനും പല രീതിയിൽ ബെനിഫിഷ്യൽ ആണ്. കണ്ടോ, അവർക്ക് പലയധികം രീതിയിൽ പലതരത്തിലും പ്രയോജനം ലഭിക്കുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ എയിം ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും മെഡിക്കൽ ഓർഗനൈസേഷനുകൾക്കും പേഷ്യൻസിനും പല തരത്തില് പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഈ ഓർഗനൈസേഷനും പേഷ്യൻസിനും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ, ആ സർവേ അത് ബെനിഫിഷ്യൽ ആകുന്നത്? ഫസ്റ്റ് നോക്കിക്കേ, പേഷ്യന്റ് ലോയലിറ്റി ആൻഡ് റീറ്റൻഷൻ. ലോയലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശ്വസ്തത. പേഷ്യൻസിന്റെ വിശ്വസ്തതയും അത് നിലനിർത്തലും ഒരു ബെനിഫിഷ്യൽ അല്ലേ? അല്ലെ? ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വിശ്വസ്തത നിലനിർത്തുക അല്ലെ എന്നുള്ളത് ഒരു വലിയൊരു കാര്യല്ലേ? എല്ലാ ഹോസ്പിറ്റലിനോടും നമുക്കത് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പറയൂലേ, അയ്യോ ആ ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ, ഒന്നിനും കൊള്ളൂല, ട്രീറ്റ്മെന്റ് കൊള്ളൂല, അത് ആ ഡോക്ടർ മര്യാദയ്ക്ക് നോക്കില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ നമുക്ക് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഓർഗനൈസേഷനും പേഷ്യൻസിനും പല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ ബെനിഫിഷ്യൽ എന്താ? പേഷ്യൻസിന്റെ വിശ്വസ്തത അല്ലെ? പേഷ്യന്റ് ലോയലിറ്റി ആൻഡ് റീറ്റൻഷൻ, അത് നിലനിർത്തലും. റീറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, ലോയലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തത. എങ്ങനെയാന്ന് നോക്കിയേ, പേഷ്യൻസ് have more choices in connection with their health care than ever before. ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. അതായത് പേഷ്യൻസിന് ഇന്ന് ചോയ്സ് ഇല്ലേ? അല്ലേ? കൂടുതൽ ചോയ്സ് ഉണ്ട്. അവർക്ക് ഹെൽത്ത് കെയർ ചൂസ് ചെയ്യാൻ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ ചോയ്സ് ഇല്ല അവർക്ക്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, എന്തായാലും നമുക്ക് അവിടെ പോയേ പറ്റുള്ളൂ, വേറെ ഒരു ചോയ്സ് ഇല്ല നമുക്ക് അവിടെ. ആ ഒരു ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊള്ളൂല എന്ന് പറഞ്ഞാല് നമുക്ക് അസുഖം വന്ന ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഇല്ലേ? പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പോകാം. ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, ഇന്ന ഡോക്ടറിനെ കാണണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അല്ലെ? അതായത് പണ്ട് അതിനേക്കാളും ഇന്ന് എന്തുണ്ട്? നമുക്ക് പേഷ്യൻസിന് കൂടുതൽ ചോയ്സ് ഉണ്ട്. അതായത് ആ ഹെൽത്ത് കെയർ ചൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്, കൂടുതൽ ചോയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ തന്നെ നമുക്ക് പോയാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. അതായത് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. പണ്ട് ഒരു ഹോസ്പിറ്റലിലൊക്കെ മാത്രം നമ്മൾ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ? എന്ന് വെച്ചാൽ ആളുകൾക്ക് രോഗം കൂടുതലാണ്. അപ്പൊ അതൊരു ശരിക്കും ഒരു ബിസിനസ് പോലെ ഇഷ്ടം പോലെ നല്ല പൈസ കിട്ടൂലേ അല്ലേ? പേഷ്യൻസ് വന്ന ട്രീറ്റ്മെന്റിലൊക്കെ ആയിട്ട് നല്ലൊരു ഇതല്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയ ആൾക്കാർ ഇപ്പൊ എത്ര ഹോസ്പിറ്റല് വരെ തുടങ്ങി? അവര് ലാഭമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിന് ചോയ്സ് ഉണ്ട് അവിടെ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യന്റ്. ഒരു വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലിലെ വിശ്വസ്തരായ രോഗികളാകാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടോ? ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ സംതൃപ്തരാണെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ വിശ്വസ്തരാകാനുള്ള സാധ്യതയില്ലേ? കൂടുതലല്ലേ? വിശ്വസ്തരായ പേഷ്യൻസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തരായിട്ടുള്ള ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വിശ്വസ്തരായ പേഷ്യൻസ് ആകാൻ സാധ്യത കൂടുതലാണ്. This not only means എന്താ ഇത് മീൻ ചെയ്യുന്നത് നോക്കിയേ, that they will schedule the necessary checkup, follow-ups and other required appointments, but they are more probable to keep them. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? അപ്പൊ ഇതെന്ന് പറഞ്ഞ ഇതെന്താണ്? നമ്മൾ ഒരു വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആകാനുള്ള സാധ്യത കൂടുതലാന്ന് പറഞ്ഞു. അതെന്താ മീൻ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എന്താ നമ്മുടെ നെസസറി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഷെഡ്യൂൾ ചെയ്യുന്നത് മാത്രമല്ല എന്നൊക്കെ ദിസ് നോട്ട് ഓൺലി മീൻസ് ദാറ്റ്, ഇത് മാത്രമല്ല അത് മീൻ ചെയ്യുന്നത് എന്താ? ദേ വിൽ ഷെഡ്യൂൾ ദ നെസസറി ചെക്കപ്പ്. നമ്മൾ വീണ്ടും ഷെഡ്യൂൾ ചെയ്യില്ലേ ആവശ്യമായിട്ടുള്ള ചെക്കപ്പുകൾ? ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കും, ഷെഡ്യൂൾ ചെയ്യും, ഫോളോ അപ്സുകൾ ആൻഡ് അതർ റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ്, ആവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നിലനിർത്താനും കൂടുതൽ സാധ്യതയുണ്ട്.
അപ്പോ എന്താ ബട്ട് they are more probable to keep them, അല്ലെ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ലേ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും പോകും, അല്ലെ? അവിടെ നമുക്ക് നെസസറി ആയിട്ടുള്ള ചെക്കപ്പുകൾ അവിടെ തന്നെ ചെയ്യും, ഫോളോ അപ്പുകൾ കാര്യങ്ങൾ. ഇപ്പൊ ഫോളോ അപ്സ് ആയിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകും. ഒരു പ്രാവശ്യം മരുന്ന് പോയി മേടിച്ചുകൊണ്ടൊന്നും ഫോളോ അപ്പ് ഉണ്ടാവുമല്ലോ, ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലണമെന്നുണ്ടാവും. നമ്മൾ അതിന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോകും നമ്മൾ, അല്ലെ? പക്ഷെ എന്താ പറഞ്ഞേ തന്നെ, അപ്പൊ അത് നമ്മൾ വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞ എന്തുമാത്രം എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് മാത്രമല്ല, അവരുടെ അപ്പോയിന്റ്മെന്റുകൾ അവർ ഷെഡ്യൂൾ ചെയ്യുക മാത്രമല്ല, അവരുടെ ഫോളോ അപ്സുകള്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകള്, പിന്നെ അവിടെ തന്നെ ആ പേഷ്യൻസ് നിലനിൽക്കാനും, അല്ലെ, അവരെ അവിടെ തന്നെ നിലനിർത്താനുമുള്ള സാധ്യത കൂടുതലാണ്. Satisfied patients are also grand ambassadors for hospital. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ അത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽ. ചോദിച്ചിട്ടുണ്ട്, ഡാഷ് ആർ ദ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽസ്. ആരാണ്? സാറ്റിസ്ഫൈഡ് പേഷ്യന്റ്, സംതൃപ്തരായിട്ടുള്ള പേഷ്യന്റ് ഹോസ്പിറ്റലിലെ ഗ്രാൻഡ് അംബാസിഡർ ആണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പല ഇതിന്റെ നമ്മൾ അംബാസിഡർ, ഇപ്പൊ മമ്മൂട്ടി ഏതാ മലബാറിന്റെ ഒക്കെ ഗ്രാൻഡ് അംബാസിഡർ ആണ്, അല്ലെ? എന്താ അത് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മളപ്പോ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പറയുന്നേ? They tell their friends and family about good experience and a bad one with their friends and families. നോക്കേ, നമ്മൾ പറയൂലേ, ഇല്ലേ, നമ്മുടെ ആ ഹോസ്പിറ്റലിലെ നല്ലൊരു എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് പറയും, നമ്മുടെ റിലേറ്റീവ്സിനോട്, ഫാമിലിയോട്, അല്ലെ? അത് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യും, നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാം ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ, അല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. നമ്മൾ പോയി, നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ ഫാമിലിയോട്, മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ആ ഹോസ്പിറ്റലിൽ പോകട്ടോ, ആ ഹോസ്പിറ്റൽ നല്ല ട്രീറ്റ്മെന്റ് ആട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കും, അല്ലെ? അങ്ങോട്ടേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യും, കയറ്റി നമ്മൾ അങ്ങോട്ട് വിടുക ചെയ്യുന്നേ. അതുകൊണ്ടാണ് ഗ്രാൻഡ് അംബാസിഡർ. മമ്മൂട്ടിയൊക്കെ ഈ പരസ്യം ചെയ്യുന്നത് ഇപ്പൊ എന്താ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകല്ലേ? ആ ഒരു വലിയൊരു ഇതിന്റെ ഒരു ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മളെ ക്യാൻവാസ് ചെയ്യിക്കുകയല്ലേ ചെയ്യുന്നേ, ഇല്ലേ? ഇപ്പൊ അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ ആണെങ്കിലും എന്താ ചെയ്യുന്നേ? നമ്മളെ എന്താ ആളുകളെയൊക്കെ ഇപ്പൊ ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ക്യാൻവാസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുക ചെയ്യുന്നേ. കല്യാണം പൃഥ്വിരാജ് ആഡിസയിൽ പറയുന്നുണ്ട്, അല്ലേ? ശരിയാണ് കേട്ടോ. നിങ്ങളപ്പോ പരസ്യമൊക്കെ നന്നായിട്ട് കാണുന്നില്ലേ? ആഡിസയില് പൃഥ്വിരാജ് ഫുള്ള് കല്യാൺ സിൽക്സിന്റെ പരസ്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താ, പൃഥ്വിരാജ് എന്നാ ചെയ്യേണ്ട ഒരു വീഡിയോ ആണല്ലേ? നമ്മളെയൊക്കെ പരസ്യം പൃഥ്വിരാജ് വന്ന് പരസ്യം പറയുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാണ്, അല്ലേ? നമ്മളെന്താ വേഗം പോകും. അതുകൊണ്ടല്ലേ വലിയ വലിയ ആളുകൾ ഈ പരസ്യമൊക്കെ ഇങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങോട്ടേക്ക് നമ്മളെ ക്യാൻവാസ് ചെയ്യുകയില്ലേ അവരിലൂടെ. മനസ്സിലായി ആ സെന്റൻസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രണ്ട്സിനോട്, ഫാമിലിയോട് ഒക്കെ ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും, അല്ലെ? അവര് നമ്മളെ നിർദ്ദേശിക്കും. അതുകൊണ്ട് നമ്മളെന്താ, ഒരു സംതൃപ്തി ഉണ്ടെങ്കിലല്ലേ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ പറയോ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ? നമ്മൾ പറയൂല, അല്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Satisfied patients are also grand ambassadors for hospitals. Underline ചെയ്ത സെന്റൻസ് ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാമിലിയോട്, പേഷ്യൻസിനോടൊക്കെ ആ ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ്, അല്ലെ, അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെ അവരെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കി, എന്താണ് ബെനിഫിറ്റ് നോക്കി? ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം, വർദ്ധിച്ച ലാഭം കൂട്ടാനായിട്ട് കാരണമാകും, ഇൻക്രീസ് ചെയ്യാൻ. എങ്ങനെയാ നോക്കിയേ? കണ്ടന്റഡ് പേഷ്യൻസ് ഹാവ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്സ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. ഒരു സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് പലതരത്തില് ഹോസ്പിറ്റലിന് ലാഭം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് കാരണമാകും.
അതിന്റെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് പലതരത്തില് ഹോസ്പിറ്റലുകൾക്ക് ലാഭം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ ഫസ്റ്റ് സെന്റൻസ്. First, ഒന്നാമത് എന്താ? Contented patients shows up for their appointments, which means that the hospital doesn't lose money on dead hours during the day. എന്താ പറഞ്ഞേക്കുന്നേ? അതായത് നമുക്ക് ഇവിടെ നോക്കിയേ, ഒരു സംതൃപ്തനായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് അവരെ അപ്പോയിന്റ്മെന്റ്സ് അവർ തന്നെ എടുക്കുക ചെയ്യുന്നേ അല്ലെ. അവരെ അപ്പോയിന്റ്മെന്റുകൾക്കായിട്ട് അവര് തന്നെ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റിനായിട്ട് എടുക്കും. വിച്ച് മീൻസ് ദാറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ ഡസന്റ് ലോസ് മണി, ഹോസ്പിറ്റലിന്റെ പൈസ നഷ്ടപ്പെടില്ല ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. അതായത് ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാതെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തരായിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ മീനിങ്. നമ്മൾ മോളി പറഞ്ഞതല്ലേ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിലെ ലാഭം കൂട്ടുന്നതിലേക്ക് നയിക്കും. എങ്ങനെയാ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ സംതൃപ്തരാണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കും. അപ്പൊ ഹോസ്പിറ്റലിലെ ഡേ ടൈമിൽ ഭയങ്കര തിരക്കായില്ലേ, ഒത്തിരി അപ്പോയിന്റ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഡെഡ് ടൈം കുറയൂലേ? ഡെഡ് ടൈം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുന്ന സമയം, എപ്പോഴും അപ്പോയിന്റ്മെന്റ്സുകൾ കാര്യങ്ങൾ വരികയാണ് അല്ലേ. doesn't lose money on dead hours during the day. അങ്ങനെ ഹോസ്പിറ്റലിന് പൈസ നഷ്ടപ്പെടില്ല. അതായത് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരികയല്ലേ, അപ്പോയിന്റ്മെന്റ് കൂടുതൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഒത്തിരി പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്കുടെ പ്രവർത്തനം കൂടുതലല്ലേ, ഹോസ്പിറ്റലില് പ്രവർത്തനം കൂടുതലാണ്. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ അങ്ങനെ അവർക്ക് എന്താ? ഡസന്റ് ലോസ് മണി, അവർക്ക് പൈസ നഷ്ടപ്പെടില്ല. ഹോസ്പിറ്റലിൽ ലാഭമല്ല വന്നേ അല്ലേ? ഹോസ്പിറ്റലിൽ പ്രോഫിറ്റ് അങ്ങനെ കൂടും. അതാണ് ഹോസ്പിറ്റലിൽ. അപ്പൊ അതായത് ഡെഡ് അവേഴ്സ് എന്നൊക്കെ ലോസ് ദ മണി ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. അതായത് നമുക്ക് അവിടെ പ്രവർത്തിക്കാതിരിക്കുന്ന സമയം കുറവാണ്, എപ്പോഴും ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കും. അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിന്റെ പൈസ നഷ്ടപ്പെടില്ല. അതായത് കൂടുതൽ പൈസ നഷ്ടപ്പെടും. ഇപ്പൊ അവർക്ക് ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുന്ന സമയം, പേഷ്യൻസ് വന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡേ ടൈമില് അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തനം കുറവായിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ നഷ്ടം വരൂലേ? അവിടുത്തെ സ്റ്റാഫുകൾ വെറുതെ ഇരിക്കുക, പേഷ്യൻസ് വരുന്നില്ല, പക്ഷെ അവർക്ക് സാലറി കൊടുക്കണ്ടേ വേണ്ടേ? അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? അങ്ങനെ ഹോസ്പിറ്റലിൽ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഡെഡ് അവേഴ്സ് ഇല്ല, അതായത് വെറുതെ ഇരിക്കുന്ന സമയമില്ല. അപ്പൊ ഹോസ്പിറ്റലിന് അങ്ങനെ പൈസ നഷ്ടപ്പെടൂല, ഹോസ്പിറ്റലിന് ലാഭം വന്നുകൊണ്ടേയിരിക്കും. സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം എന്താ? അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് ഹോസ്പിറ്റലിന് കൂടും. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സെക്കൻഡ്, they also provide a grand review and patient satisfaction survey result. This leads to new patient acquisition, ലഭിക്കുക and improved insurance reimbursement. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ഓൾസോ പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂ ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവ്യൂ, അവർക്കുടെ ഒരു റിവ്യൂ പറയൂലേ, നമ്മൾ പറയൂലേ, നിങ്ങൾ പറയാറില്ലേ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അതായത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ നല്ല കോഴ്സാണ് അല്ലെ, നല്ല ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, എക്സാംസ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊരു റിവ്യൂ അവിടെ പറയാനുള്ള ഒരു അവസരം ഉണ്ട് നിങ്ങൾക്ക്. അത് ഇപ്പൊ ഓരോരുത്തരും റേറ്റിംഗും കൂടും അല്ലെ. അതായത് ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു റിവ്യൂ, നല്ലൊരു എന്താ പറയാ, ഒരു ഇത് പറയാണ് ചെയ്യുന്നത്. അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടും എന്തിനു കാരണമാകുന്നു? ദിസ് ലീഡ്സ് ടു ന്യൂ പേഷ്യന്റ് അക്വിസിഷൻ. പുതിയ റിവ്യൂ, നല്ല റിവ്യൂ ഒക്കെ വരുമ്പോൾ 5 സ്റ്റാർ അല്ലെ, നല്ല റിവ്യൂ ഒക്കെ വരുമ്പോ നമ്മൾ അങ്ങോട്ട് ചെല്ലൂലേ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലൂലേ. അപ്പൊ ഹോസ്പിറ്റലില് പുതിയ പേഷ്യൻസിനെ നേടുന്നതിനും ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഎംബേഴ്സ്മെന്റ്, വർദ്ധിക്കുക, ഇൻഷുറൻസ് തിരിച്ചടവ്, റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്, ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഎംബേഴ്സ്മെന്റ്, ഇൻഷുറൻസ് തിരിച്ചടവ് ഇംപ്രൂവ് ചെയ്യാൻ. അതെങ്ങനെയാ? ഇൻഷുറൻസ് കമ്പനിയിൽ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വരൂലേ, ഹോസ്പിറ്റലിലേക്ക് ആളുകൾ കൂടുതൽ ആളുകൾ വരുമ്പോ ചിലപ്പോ കുറെ ആളുകള് നേരെ ക്യാഷ് ആയിരിക്കും, ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പേയ്മെന്റ് ഹോസ്പിറ്റലിന് കിട്ടൂലേ?
ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഹോസ്പിറ്റലിന് ഒരു പേയ്മെന്റ് കിട്ടും. അങ്ങനെയും ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് കൂടും. രണ്ട് രീതി മനസ്സിലായോ? അവിടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാതിരിക്കുന്ന സമയം കുറവാ, അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം വരില്ല, പൈസ നഷ്ടം വരില്ല. കൂടുതൽ കൂടുതൽ പേഷ്യൻസ് വരുമ്പോൾ ഹോസ്പിറ്റലിന് ലാഭം വരും. ഒന്നാമത്തത്. രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന പേഷ്യൻസ് ആ സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടുകൾ റിവ്യൂ ഒക്കെ ഇങ്ങനെ നല്ല ഇതൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ റേറ്റിംഗ് അതായത് കൂടും. അതായത് കൂടുതൽ ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് വരും, അതനുസരിച്ച് എന്ത് പറ്റുന്നു, അതുപോലെ പേഷ്യൻസ് കൂടുതൽ വന്നു. അപ്പൊ എന്താ, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു നല്ലൊരു ലാഭം ഹോസ്പിറ്റലിന് കിട്ടും, നല്ല പേയ്മെന്റ് കിട്ടൂലേ? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ആ ഹോസ്പിറ്റലിന് ഒരു പേയ്മെന്റ് ലഭിക്കുന്നു. കിട്ടിയോ? രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, എൻഹാൻസ് സ്റ്റാഫ് മൊറാൽ, സ്റ്റാഫിന്റെ മനോവീര്യം. മൊറാൽ എന്ന് പറഞ്ഞ മനോവീര്യം മെച്ചപ്പെടുത്തുക. ഇനി ഞാൻ പറയട്ടെ, ഇത് നമ്മൾ എന്താ പറയാ, ഈ ഒരു പേഷ്യന്റിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? സ്റ്റാഫിന് പരിഗണിക്കണ്ടേ? ഫസ്റ്റ് ആ സ്റ്റാഫ് ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലല്ലേ നല്ല ഇത് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അത് എല്ലാവരും അങ്ങനെയല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, നമ്മൾ അതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ്, സംതൃപ്തരാണെങ്കിലാണ് നമ്മൾ നല്ല ഇത് കൊടുക്കുള്ളൂ, ഇല്ലേ? ഇപ്പൊ നമ്മള് ഒരു കുറഞ്ഞ സാലറിയാണ്, നമ്മൾ വലിയ മുട്ടൻ ജോലിയാ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് എന്താ, നമുക്കത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവില്ല, അല്ലെ? അപ്പൊ നമ്മള് നല്ല സംതൃപ്തരല്ലെങ്കിൽ നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ ഒരു സുഖം ഉണ്ടാവില്ല, അല്ലെ? ഓ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പൈസ കുറവാ, അപ്പൊ ആ ഒരു മനസ്സിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഇവിടെ നോക്കി, അപ്പൊ ആദ്യം ആരെ, പേഷ്യന്റിനെയും കൂടി നോക്കണ്ടേ? അതായത് പേഷ്യൻസിനെ മാത്രം നോക്കിയാൽ പോരാ, ആരെയും കൂടി നോക്കണം, സ്റ്റാഫിനെയും കൂടിയും പരിഗണിക്കണം. അതാണ് ഇവിടെ നോക്കിയേ, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറാൽ, സ്റ്റാഫിന്റെ മനോവീര്യം മെച്ചപ്പെടുത്തുക. ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ doesn't have to come at the cost of employee satisfaction. എന്താ, സ്റ്റാഫിന്റെ മനോവീര്യം, അതാണ് സ്റ്റാഫ് മൊറാൽ എന്ന് പറയുന്നത്. അതായത് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരം സൃഷ്ടിക്കുന്നത് ആ ജീവനക്കാരുടെ സംതൃപ്തി, അതെന്താ പറഞ്ഞിരിക്കുന്നത്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ പരിഗണിക്കണം. പേഷ്യന്റിന് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ആരെയും കൂടി പരിഗണിക്കണം, ആരെയും കൂടി, അവിടുത്തെ സ്റ്റാഫിന്റെ സംതൃപ്തിയും കൂടി നോക്കണം. ക്ലിയർ ആയത്? Okay, in fact, taking steps to involve and motivate your staff, അത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇവിടെ generating a patient-focused culture doesn't have to come at the cost of employee satisfaction. പേഷ്യന്റിനും അതാ ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസിന് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, എന്തുകൂടി വേണം, അവിടുത്തെ സ്റ്റാഫിനെയും കൂടി സാറ്റിസ്ഫൈഡ് ആക്കണം, സംതൃപ്തരാക്കണം. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. In fact, taking steps to involve ഉൾപ്പെടുത്തുക, motivate your staff is the crucial part. സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെലിവറിങ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യൻസ് കെയർ. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു രോഗി പരിചരണം ഡെലിവറി ചെയ്യുന്നതിന് എന്ത് വേണം, സ്റ്റാഫിനെ കൂടി സംതൃപ്തരായിരിക്കണം. മനസ്സിലായോ അതിന്റെ മീനിങ് എന്താന്നുള്ളത്? ആ സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് നല്ല പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഇനിയാണ് എന്താ പറഞ്ഞേക്കുന്നത്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്ട്രെസ് ഉള്ള ഒരു അന്തരീക്ഷം അല്ലേ? എപ്പോഴും റിസ്ക് അല്ലേ? നല്ല സ്ട്രെസ് ആയിട്ട് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നാൽ മതി, വലിയൊരു പ്രശ്നമാവൂല്ലേ? അല്ലെങ്കിൽ ഒരു നിസാര നമ്മുടെ അടുത്തുനിന്ന് വരുന്ന ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും ഒരു പേഷ്യന്റ് ജീവൻ വരെ ഇതാക്കാം. അപ്പൊ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്താണ് ആകും അല്ലെ? അതായത് എന്താ പറയുന്നത്, ഒരു നല്ലൊരു സ്ട്രെസ് എൻവയോൺമെന്റ്, സ്ട്രെസ് ആണ് അവിടെ അല്ലെ, ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണ് എന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് പ്രീവിയസ് ആണ് മോളെ. ഞാനതേ ഇതിപ്പോ തീരാനുള്ളതുകൊണ്ടാണ്, എന്ന് വരെയാ നിങ്ങൾക്ക് ക്ലാസ് എന്നുള്ളത് ഇവിടുന്ന് പറഞ്ഞിട്ടില്ല. മാക്സിമം അതാണ് ഞങ്ങൾ വേഗം കയറി പോർഷൻ എടുത്ത് തീർക്കുന്നത്. നിങ്ങൾക്കൊരു എന്താ പറയാ, ഒന്ന് റിവിഷൻ പോലെ തരാമെന്നുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നിങ്ങളുടെ എല്ലാവരുടെ പോർഷൻസ് തീരാതെ നമുക്ക് എടുക്കാനും പറ്റുമല്ലോ. നോക്കട്ടെ, ഞങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരാം കേട്ടോ.
ഞാൻ അന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇത് ക്ലാസ് വേഗം തീർത്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തരാം. ഓക്കെ, അതിലൊരു പ്രശ്നമില്ല. ഓക്കെ, ഇതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ, എന്താണ് ഓക്കെ, ആ ഞാൻ പറയാം കേട്ടോ. നോക്കിട്ടെ, അടുത്ത് നോക്കിയേ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. അപ്പൊ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സ്ട്രെസ് എൻവയോൺമെന്റ് ആണ്. Training and strengthening the employees make them able to perform their job to the best of their abilities and to make them feel valued and increase staff retention. ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയി. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ പാടില്ലേ? എന്തിനാ ട്രെയിനിങ് കൊടുക്കണേ? അവരെ ശക്തിപ്പെടുത്താൻ. ഇപ്പൊ ഒന്നും അറിയില്ലാത്ത ഒരാളാണ്, ആ ഒരു മേഖലയിൽ നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാം അല്ലെ? ആ ഒരു മേഖലയില് അവർക്ക് ആ ഒരു ജോലിയില് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടി, അപ്പൊ അതുപോലെ എനിക്ക് നല്ല ഇത്, അതല്ലേ നമ്മൾ BEd കാര്യങ്ങളൊക്കെ ടീച്ചിങ് ആ ഒരു ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ട്രെയിനിങ് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ? ഇന്ന രീതിയിൽ ഡീൽ ചെയ്യണം, ഇന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ആ BEd ആ ഒരു 2 വർഷം കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീച്ചർ ആയി ശരിക്കും അല്ലെ? മോണ്ടിസോറി ടീച്ചിങ് ട്രെയിനിങ്. അപ്പൊ അങ്ങനെ നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്താ ആ ഒരു ഫീൽഡില് നമ്മൾ ബെറ്റർ ആയി അവിടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ എന്ത് ചെയ്യാം? And make them able to perform their job to the best of their ability. അവരുടെ കഴിവിന്റെ പരമാവധി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടി, അപ്പൊ ആ ഒരു ജോലിയിൽ അവർക്ക് മാക്സിമം അവരുടെ കഴിവിന്റെ പരമാവധി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? ട്രെയിനിങ്ങിലൂടെ, ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ്, അത് രണ്ട് കാര്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയി മേക്ക് ദം ഏബിൾ ടു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ എബിലിറ്റി, കഴിവില് അവരുടെ ബെസ്റ്റ് ഓഫ് ദെയർ ജോബ്സ് ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. കണ്ടോ, അവരുടെ പരമാവധി ആ കഴിവുകൾ ആ ഒരു ഇതിനകത്ത് മാക്സിമം ആ ജോലിയിൽ ബെറ്റർ ആവാൻ പറ്റും. ഇനി ആൻഡ് അതിന്റെ ഫലമായിട്ട് എന്താ? ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻക്രീസ് ദ സ്റ്റാഫ് റിറ്റൻഷൻ. അപ്പൊ അങ്ങനെ സ്റ്റാഫിനെ നിലനിർത്താനും പറ്റൂലേ? ഞാൻ ചെന്നു, എനിക്ക് ട്രെയിനിങ് ഒന്നുമില്ല, എന്നോട് ഈ ജോലി ചെയ്യാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ദിവസം ഞാൻ ട്രെയിൻ ചെയ്തു, ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കാന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ പോണില്ല ആ ജോലിക്ക്, എനിക്ക് പറ്റൂല എന്ന് പറയും അല്ലെ? എന്നാൽ നേരെ മറിച്ച് നല്ല ട്രെയിനിങ് കിട്ടിയ നമ്മളവിടെ റീറ്റൻഷൻ അല്ലെ? സ്റ്റാഫ് അവിടെ നിലനിൽക്കൂലേ? എനിക്കൊരു പ്രശ്നമില്ല, നല്ല ട്രെയിനിങ് കിട്ടി, എനിക്ക് എന്തും ചെയ്യാന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അപ്പൊ പിന്നെ എനിക്ക് നിക്കാം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ്? സ്റ്റാഫിനെ നിലനിർത്താനും സാധ്യമാകും. അടുത്തത് നോക്കി, ഇൻക്രീസ് സ്റ്റാഫ് റിറ്റൻഷൻ. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് attentive services, patient-focused services that help to boost the patient satisfaction score. Experienced ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് കോൺഫിഡൻസ് കിട്ടും ട്രെയിനിങ്ങിലൂടെ. ശരിയാണ്. നോക്കിയേ, എക്സ്പീരിയൻസ് സ്റ്റാഫ് ഹൗ ടു ക്യാരി ഔട്ട് ദംസെൽസ് അറ്റൻഡീവ് സർവീസസ് അല്ലെ? അറ്റൻഡ് ചെയ്യുന്ന ശ്രദ്ധാപൂർവമായ സേവനം. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ്, നല്ല ആ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സേവനം കൊടുക്കാൻ പറ്റും അല്ലെ? പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ്, പേഷ്യൻസിനെ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള നല്ല സർവീസ് കൊടുക്കാൻ പറ്റും. അതെന്തിനു സാധിക്കും? That help to boost patient satisfaction score. Patient satisfaction score boost ചെയ്യാൻ സാധ്യമാവൂലേ? നമ്മളെല്ലാവരും പറയും നല്ല സർവീസാ. അവിടെ സർവീസ് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലെ നമ്മളെല്ലാവരും അവിടെ ടിക്കിടും അല്ലേ? യെസ്, ബെറ്റർ ആണ് ടിക്കിടൂല്ലേ? എന്തുകൊണ്ടാ? എക്സ്പീരിയൻസ് സ്റ്റാഫാണ് അവിടെ. നമ്മൾ പറയില്ലേ, ചിലപ്പോ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേര് വന്ന് ചിലപ്പോ ആ പിള്ളേര് ട്രെയിനിങ് അതൊക്കെ ശരിക്കും അറിയില്ലാത്തവരായിരുന്നു, അതുകൊണ്ട് നല്ല ഇതായില്ല എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോ അല്ലേ? അതായത് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫാണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ അറിയില്ല, നല്ല എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫാണ്, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയും. അപ്പൊ അതെന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. എക്സ്പീരിയൻസ് സ്റ്റാഫിന് നല്ല സർവീസ് കൊടുക്കാൻ പറ്റും. അതെന്തിന് സഹായമാകുന്നു? ഹെൽപ് ടു ബൂസ്റ്റ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ കാരണമാകും. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഇൻവെസ്റ്റിംഗ് ഹയർ പ്രൊഡക്ടിവിറ്റി ആട്ടോ അടുത്ത പോയിന്റ്. ഉൽപാദനക്ഷമത കൂടും. അടുത്ത ഒരു പോയിന്റ് ബെനിഫിറ്റ് ആണ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കൂടും. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ഓൾസോ ഇൻക്രീസ് സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് നമ്മൾ ട്രെയിനിങ്ങിന്, സോഫ്റ്റ്വെയറുകൾ. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചില്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഹോസ്പിറ്റലിൽ പല ഇതിലും കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്നത്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ അങ്ങനെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അതെന്താ, പേഷ്യൻസിന് ബെറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം കിട്ടുന്നു. ആൻഡ് ഓൾസോ ഇൻക്രീസ് സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡർ പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഉൽപാദനക്ഷമത കൂടാനും കാരണമാകും അല്ലെ. സ്റ്റാഫിന്റെ ജോലി കുറഞ്ഞില്ലേ അല്ലെ, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാം. ഇപ്പൊ ഇന്ന് ബില്ലിംഗ് ആണ്, നമ്മൾ കൈ കൊണ്ട് എഴുതി ഒരു 10 ബില്ല് സെറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഒരു 1000 ഒരു 100 ബില്ലെങ്കിലും അന്ന് ക്ലിയർ ചെയ്യാൻ പാടില്ലേ. ഈ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി കൂടൂല്ലേ, ഉൽപാദനക്ഷമത കൂടൂല്ലേ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത്, ഇഫ് ദ ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് സെക്യൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് പേഷ്യന്റ് മെസ്സേജിംഗ്, സ്റ്റാഫ് മേ സ്പെൻഡ് ആസ് മച്ച് ഓഫ് 50% ലെസ് ടൈം ഓൺ ഫോൺ വിത്ത് പേഷ്യന്റ്. കണ്ടോ, ഇപ്പൊ നമ്മൾ എങ്ങനെയാ, നമ്മൾ ആ HIS പഠിച്ചില്ലേ, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള, അവർക്ക് സ്വയമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനും, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് എന്താണ് മെസ്സേജുകളാക്കിയൊക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റാഫിന്റെ ജോലി എന്താ, കുറയൂലേ. സ്റ്റാഫ് മേ സ്പെൻഡ് ആസ് മച്ച് ആസ് 50% ലെസ് ടൈം ഓൺ ദ ഫോൺ വിത്ത്. അപ്പൊ പേഷ്യന്റുമായിട്ട് ഫോണിൽ എങ്ങനെ പറയണോ, ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട ഇതിനൊക്കെ വിളിക്കേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫോളോ അപ്പിനൊക്കെ ഫോൺ വിളിച്ച് പറയണ്ട, ജസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ കൊടുത്താൽ മതിയില്ലേ. അപ്പൊ അതായത് പേഷ്യന്റിന് അവർക്കുടെ ജോലിയിൽ 50% കുറയ്ക്കാൻ പറ്റൂല ടൈം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും. നേരെ ഫോണൊന്നും വിളിക്കണ്ട, കുത്തിപ്പിടിക്കേണ്ട, ഒരു ഒറ്റ മെസ്സേജ്. അത് ഇപ്പൊ 10 പേരെ വിളിച്ചറിയിക്കുന്നതും ഒരു മെസ്സേജിലൂടെ ഒരു 1000 പേർക്ക് ഒറ്റ സമയം മെസ്സേജ് അയക്കാൻ പാടില്ലേ നമുക്ക്. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്, അവർക്കുടെ ആ സ്റ്റാഫിന്റെ അവർക്കുടെ ആ ടൈം കുറയ്ക്കാൻ പറ്റും. കണ്ടോ, 50%, 50% ഇങ്ങനെ ഫോൺ വിളിച്ചും ബോഡ്കാസ്റ്റ് അല്ലെ, അതായത് ഫോണൊക്കെ വിളിച്ച് പേഷ്യൻസിന് പറയുന്നത് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത്. ആ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി സ്റ്റാഫിന്റെ ഒക്കെ ജോലി കുറഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ കൂടുതൽ സമയമുള്ളപ്പോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ആ പ്രൊഡക്ടിവിറ്റി കൂടും. കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അപ്പൊ അവർക്ക് സമയം കൂടുതൽ കിട്ടുമ്പോൾ അവരെന്താ വേറെ ടാസ്ക് ചെയ്യാൻ പറ്റൂലേ, എക്സ്ട്രാ ടാസ്ക് ആ സമയം കിട്ടും. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റും. വിച്ച് അലൗ us to run a cleaner office. ക്ലീനർ എന്നാക്കട്ടെ, അത് CLE ക്ലീനർ ഓഫീസ് ആണ്. അതായത് അങ്ങനെ എന്ത് പറ്റും, എക്സ്ട്രാ ടാസ്കുകൾ സ്റ്റാഫിന് ചെയ്യാൻ പറ്റും. അത് ഹോസ്പിറ്റലിന് നല്ലൊരു ഓഫീസായി, നല്ലൊരു ഹോസ്പിറ്റലായി മാറ്റാൻ പറ്റൂല്ലേ. അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ പറ്റും. കിട്ടിയോ, കിട്ടിയില്ലേ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. അതിന്റെ എക്സാമ്പിളും ആണ് പറഞ്ഞേക്കുന്നത്. അവര് തന്നെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ സ്റ്റാഫുകൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ എന്താണ്, ആ സ്റ്റാഫിന് കൂടുതൽ എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു നല്ലൊരു ക്ലീനർ ഓഫീസ്, ഒരു നല്ലൊരു ഓഫീസ് സൃഷ്ടിക്കാനും പറ്റുന്നു. ഇനി നോക്കിയ ബിസൈഡ് വെൻ എ ഹോസ്പിറ്റൽ ലെസൺ എന്ന് പറഞ്ഞ എന്താ, കുറയ്ക്കുക. വെൻ എ ഹോസ്പിറ്റൽ ലെസൺ ദ പേഷ്യന്റ് നോ ഷോ ആൻഡ് ലേറ്റ് ക്യാൻസലേഷൻ. നോ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വരാതിരിക്കൂല, അവര് വരാതിരിക്കുന്നത്. അതാണ് കേട്ടോ പേഷ്യന്റ് നോ ഷോ എന്ന് പറയുന്നത്.
നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അവര് വരാതിരിക്കൂലേ അത്. ആൻഡ് ലേറ്റ് ക്യാൻസലേഷൻ എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് മാറ്റി വെക്കുക. ചിലപ്പോ ഇപ്പൊ നമ്മളോട് 11 മണിക്ക് വരാൻ പറഞ്ഞു, 11 മണിക്ക് നമ്മുടെ നമ്പർ വിളിച്ചു, നമ്മൾ അവിടെ എത്തിയില്ല, ലേറ്റ് ആയി പോയി, അപ്പൊ അത് ക്യാൻസൽ ചെയ്യും, അതായത് അത് വേറെ മാറ്റി വെക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് കാര്യം. ലെസൺ ദ പേഷ്യന്റ്, നോ ഷോ ആൻഡ് ലേറ്റ് ക്യാൻസലേഷൻ. ഹോസ്പിറ്റൽ ഹാവ് എ ലെസ് ഡെഡ് ടൈം. കണ്ടോ, അത് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിങ്. അപ്പൊ അതായത് എന്താ പറഞ്ഞിരുന്നേ, ഇത് ഓൺലൈൻ ആയിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പേഷ്യന്റ് തന്നെ ഷെഡ്യൂൾ ചെയ്തോളും അല്ലെ. അവർക്ക് പറ്റുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത് അവർ തന്നെ ഷെഡ്യൂൾ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. അവർക്കുടെ കറക്റ്റ് സമയത്തിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരാതിരിക്കുന്ന, അല്ലെങ്കിൽ ക്യാൻസൽ ലേറ്റ് ആയിട്ട് ക്യാൻസൽ ആവുകയോ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, അവര് തന്നെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, ഈ സോഫ്റ്റ്വെയറിൽ അവർ തന്നെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ലെസ് ഡെഡ് ടൈം, ആ സമയം കുറയ്ക്കാൻ പറ്റും. ആൻഡ് ക്യാൻ മാക്സിമൈസ്. പേഷ്യന്റ് തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റലിന് ഷെഡ്യൂൾ ചെയ്യുന്നതിനുള്ള സമയം കുറച്ചെടുത്താൽ മതി. നമ്മൾ ഷെഡ്യൂൾ ചെയ്യണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ഷെഡ്യൂൾ ചെയ്യുന്ന സമയം കുറച്ചെടുത്താൽ മതി. ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിങ്. ആൻഡ് ക്യാൻ മാക്സിമൈസ്. എന്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റും? ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിംഗ്. അപ്പൊ അങ്ങനെ എന്താണ്, അപ്പൊ അവര് തന്നെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പേഷ്യന്റ് ടൈം, അപ്പൊ പേഷ്യന്റ് കറക്റ്റ് സമയത്ത് അവർക്കുടെ ടൈം പരമാവധിയാക്കാം. റിലേറ്റഡ് ബില്ലിംഗ് ഒക്കെ ആണെങ്കിലും എന്താ, അവർക്ക് തന്നെ പെട്ടെന്ന് തന്നെ GPay ഒക്കെ ചെയ്യാം അല്ലെ. ആ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Scheduling and can maximize the patient time and related billing. ഇനി നെക്സ്റ്റ് നോക്കിയ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ എന്താ? റെപ്യൂട്ടേഷൻ എന്താണ്? റെപ്യൂട്ടേഷൻ പ്രശസ്തി. Satisfied patient can improve your reputation in many way. ഒരു സംതൃപ്തരായിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ. ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ പറ്റും. ശരിയല്ലേ അല്ലേ? ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. പല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പ്രശസ്തി പല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്. ഫസ്റ്റ് HCA HPS, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തോ. ഹോസ്പിറ്റൽ കൺസ്യൂമർ, അറിയാലോ, ജസ്റ്റ് ഇവിടെ ഇട്ടേണ്ട. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റം. Okay, first HCA HPS scores are public specifically, so people can learn about their physician. They can consult and make an informed choice about their health care. First എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഓൺലൈൻ ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സിസ്റ്റത്തിനെയും നമുക്ക് വിലയിരുത്താൻ പറ്റും. ആ സ്കോർ നമുക്ക് വിലയിരുത്താൻ പറ്റും ഫസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിലെ ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് ഒക്കെ ഇല്ലേ, വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടുത്തെ സർവീസ് കാര്യങ്ങള് അതൊക്കെ നമുക്കൊന്ന് അക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് HCA HPS സ്കോർസ് ആർ പബ്ലിക് ആണ്, എല്ലാം ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും ആ സിസ്റ്റത്തിനെയും കുറിച്ച് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? They specifically so the people can learn about the physician. നമുക്ക് ഏത് ഫിസിഷ്യൻ വേണമെന്ന് നമുക്ക് ഫിസിഷ്യനെ കുറിച്ച് പഠിക്കാൻ പറ്റൂലേ? ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ആ ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ആളാണ് ഇരിക്കുന്നത്, കാർഡിയോളജിയിൽ ഹെഡ് ഇന്ന ഡോക്ടറാണ്, ആ ഫിസിഷ്യനെ കുറിച്ച് പഠിക്കാനും ആൻഡ് ദേ ക്യാൻ കൺസൾട്ട്, അവരെ കൺസൾട്ട് ചെയ്യാനും ആൻഡ് മേക്ക് ഇൻഫോംഡ് ചോയ്സ് അബൌട്ട് ദ ഹെൽത്ത് കെയർ. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ആ ഡോക്ടറിനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റൂലേ അല്ലേ?
നമ്മുടെ ചോയ്സ് അനുസരിച്ച് തന്നെ നമുക്ക് ആ ഡോക്ടറിന്റെ ഒക്കെ നമുക്ക് ആ വെബ്സൈറ്റ് നോക്കിയാൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റുന്നു. സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം എന്താ? പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻ. അതെന്താ? ഹോസ്പിറ്റലിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോർ ലഭിക്കുന്നതിന് കൂടുതൽ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. അപ്പൊ അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കോറ്. അപ്പൊ എല്ലാവരും നല്ലൊരു ഇതാണ് പറയുന്നത് ഹോസ്പിറ്റലിനെ കുറിച്ച്, നല്ലൊരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാനും പറ്റും. ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു സ്കോർ ലഭിക്കാനും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാനും പറ്റും. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. Additionally, hospital can utilize the automated message to ask patients for feedback after their appointments. Okay, അതിന്റെ കൂടാതെ ഹോസ്പിറ്റലിൽ എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റഡ് മെസ്സേജുകള് അല്ലെ സെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോ ഹോസ്പിറ്റലിന് ആ ഓട്ടോമാറ്റഡ് മെസ്സേജുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിന് അവർക്കുടെ ഫീഡ്ബാക്ക്, അപ്പോയിന്റ്മെന്റിന് ശേഷം അവർക്കുടെ ഫീഡ്ബാക്ക് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എന്താ മെസ്സേജിലൂടെ? നമുക്ക് മെസ്സേജ് ആണ്. ഇതിപ്പോ പേപ്പറിൽ എഴുതി തന്നൊന്നുമില്ല, നമുക്ക് ഒരു ഫോം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയല്ലേ? നിങ്ങളുടെ ഒരു ഇത് ഇടുമ്പോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യല്ലേ ചെയ്യുക. ആ സൈറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക, ലിങ്ക് ഇടുമ്പോ അതില്. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലിങ്ക് അവിടെ കൊടുക്കുകയാണ് ഈ സർവേ സ്കോറിന്റെ. അപ്പോ എന്താ? ഓട്ടോമാറ്റഡ് മെസ്സേജ് ആ പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ് ശേഷമുള്ള അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? ആ ഒരു മെസ്സേജിലൂടെ ചോദിക്കാനും ഹോസ്പിറ്റലിന് അത് ഓട്ടോമാറ്റഡ് മെസ്സേജ് ഉപയോഗിക്കാനും പറ്റും. Some problems involve follow-up questions with the easy to follow links. പെട്ടെന്ന് നമുക്ക് അത് ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന ലിങ്കുകള് അത് വെച്ചിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആസ്ക് കണ്ടന്റഡ് പേഷ്യന്റ്. കണ്ടന്റഡ് എന്ന് പറഞ്ഞാൽ സംതൃപ്തരായിട്ടുള്ള പേഷ്യന്റ് ടു ലീവ് റിവ്യൂ ഓൺ ഹോസ്പിറ്റൽ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഓർ അതർ പ്ലാറ്റ്ഫോം. അതായത് എന്തെങ്കിലും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോമുകളോ വഴി റിവ്യൂ നൽകാൻ സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസിന് ലിങ്ക് വഴി അവരുടെ ഫോളോ അപ്പ് ഫില്ല് ചെയ്യാൻ, ആ ക്വസ്റ്റ്യനെയർ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നു. അത് അങ്ങനെ നമുക്ക് എന്താ അതിൽ കൂടെ നമുക്ക് എന്താ പറയാ നമുക്ക് ആ കൂടുതൽ ആളുകള് അത് കറക്റ്റ് ആണ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ അപ്പ് ആയിട്ട് ആ ലിങ്കില് നമുക്ക് ഈസി ആയിട്ട് ഒരു ലിങ്ക് അങ്ങ് ഇട്ട് കൊടുക്കും. എന്താ അല്ലേ? അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ലിങ്ക്, ആ ലിങ്കുള്ള ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ലിങ്ക് ഇട്ട് കൊടുക്കുന്നു, അതിന് ഫോളോ അപ്പുകൾ വരിക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസിന് അവരുടെ റിവ്യൂ, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റിവ്യൂ എന്താ പറയാ നല്ല രീതിയിൽ അവിടെ പറയാനും, അതുപോലെ തന്നെ എന്താണ് അതിന് അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു നല്ലൊരു അഭിപ്രായം പറഞ്ഞാലല്ലേ ഇനി ആരെങ്കിലും വരുവുള്ളൂ. അതിന്റെ ഫലമായിട്ട് എന്താ? ആൻഡ് ഫൈനലി ഹാപ്പി പേഷ്യൻസ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ദ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഹാപ്പി പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അതിലെ സന്തോഷമുള്ള സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നു? സജസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയാണ് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നുള്ളത് പറയുക ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് മനസ്സിലായോ? അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ലിങ്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ആ ലിങ്കിൽ കയറിയിട്ട് അവർക്കുടെ റിവ്യൂ ഒക്കെ പറയാൻ പറ്റും അല്ലെ? ആ ലിങ്ക് അത് നമുക്കതാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ ഫില്ല് ചെയ്തൊക്കെ തരാൻ പറ്റും. പേഷ്യൻസിന് എളുപ്പം. അപ്പൊ അങ്ങനെ അതിന്റെ റിസൾട്ട് ഫലമായിട്ട് എന്താണ്? അതിന്റെ ഫലമായിട്ട് എന്താ നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ആ പേഷ്യൻസ് എന്താ പറയാ ഹാപ്പിയാണ്. ആ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിൽ അവർ ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ആ ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്യും. അന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. ഹാപ്പി പേഷ്യന്റ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസാ?
ഇങ്ങനെയുള്ള പേഷ്യൻസ് ഹാപ്പി പേഷ്യൻസ്. എന്താ മെസ്സേജ് ചെയ്യാത്ത കാര്യം? ഹാപ്പി പേഷ്യൻസ് അല്ലെ, സന്തോഷമുള്ള പേഷ്യൻസ്. ഞാൻ ഇതിന് സന്തോഷം ഉണ്ടെങ്കിലല്ലേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ then when it come to referrals, word of mouth is called standards. എങ്ങനെ അവർക്ക് ആ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് റെഫറലുകൾ വഴി അല്ലെ, റെഫറലുകൾ വഴിയോ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് വായി കൂടെ നമുക്ക് പറയാലോ അല്ലെ, വായിക്കൂടെ പറയാൻ പാടില്ലേ, നമുക്ക് 10 പേരോട് നമുക്ക് പറഞ്ഞാൽ മതി. അത് വേർഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു ഇത് പറയും. അങ്ങനെ മനസ്സിലായോ? അത് അങ്ങനെ ഹോസ്പിറ്റലിലെ ഒരു പ്രശസ്തി നിലനിർത്താനും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ സഹായിക്കുന്നു. മനസ്സിലായില്ലേ? ആ ഹോസ്പിറ്റലിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അത് പല രീതിയിൽ അവരത് അറിയിക്കുമ്പോഴോ കൂടുതൽ ആളുകൾ അതിനെ കുറിച്ച് അവയർനെസ് ആണ്. അപ്പൊ പേഷ്യൻസ് ഹാപ്പിയാണ്. അവര് അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ അത് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവര് പല റെഫറൻസ് വഴിയോ അല്ലെങ്കിൽ വായിക്കൂടെ മൗത്ത് ഇതുമായിട്ടൊക്കെ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി, റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യന്റ്. നല്ലൊരു ഔട്ട്കം, അതൊരു വലിയൊരു കാര്യമല്ലേ. കുറച്ച് സർവീസ് മാത്രം കൊടുത്തു എന്ന് പറഞ്ഞ കാര്യമില്ല. നല്ലൊരു ഔട്ട്കം വരണ്ടേ അല്ലേ? നല്ലൊരു ഔട്ട്കം വേണ്ടേ? ഔട്ട്കം കിട്ടണ്ടേ നമുക്ക്? അപ്പൊ നല്ലൊരു ഔട്ട്കം, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന്റെ നല്ലൊരു ക്ലിനിക്കൽ ഔട്ട്കം അത് ബെറ്റർ ആക്കാനും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ സഹായിക്കുന്നു. എങ്ങനെയാന്ന് നോക്കിയേ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്, which means they are more probable to get better or effectively manage chronic health issues. അതായത് ഒരു സംതൃപ്തനായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്സ്. അവർക്ക് പരാതികൾ കുറവായിരിക്കും അല്ലെ. മോർ കംപ്ലൈന്റ്സ് അതായത് എന്താ? അത് അവര് ഇവിടെ കംപ്ലൈന്റ്സ് പറഞ്ഞാൽ ഒരു പരാതികളിനേക്കാൾ കൂടുതൽ അനുസരണശീലമുള്ളവരാണ്, അങ്ങനെ വേണമെങ്കിൽ പറയും. ഒരു സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? ആണോ? ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ സർവീസില് അവര് എങ്ങനെയാണ്? നല്ല അനുസരണയുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിൽ വിശ്വസ്തരാണെങ്കിൽ ഡോക്ടർ പറയുന്ന മരുന്നുകൾ കറക്റ്റ് ആയിട്ട് കഴിക്കൂലേ അല്ലെ? കറക്റ്റ് ആയിട്ട് മരുന്നുകൾ കഴിക്കുകയും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്കൊരു രോഗം മാറുകയും ചെയ്യും. നമുക്ക് ആ ഹോസ്പിറ്റലിന് വിശ്വാസമുണ്ട്. നമ്മൾ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ സംതൃപ്തരാണെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യം ചെയ്യൂലേ? ഡോക്ടർ പറയുന്ന അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് നമ്മൾ കഴിക്കും. അപ്പൊ എന്താ? ദേ ആർ മോർ പ്രോബബിൾ ടു ഗെറ്റ് ബെറ്റർ ഓർ എഫക്റ്റീവ്ലി മാനേജ്. അപ്പൊ അവർക്ക് എന്താ? പെട്ടെന്ന് മരുന്നുകളും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ വിട്ടുമാറാത്ത രോഗങ്ങൾ വരെയും അത് പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുത്താൻ പറ്റൂലേ? വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ സാധിക്കുന്നു ഇല്ലേ? നമ്മൾ കറക്റ്റ് ആയിട്ട് മരുന്ന് നമ്മൾ ആ ഹോസ്പിറ്റലിൽ, എനിക്ക് ആ ഡോക്ടറിന് നല്ല വിശ്വാസം. ഡോക്ടർ പറയണോണ്ട് ഞാൻ കേൾക്കും. ഡോക്ടർ 3 നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞു, ഞാൻ 3 നേരം കഴിച്ചു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കിടെ ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് റിലീഫ് ആവില്ലേ? നമുക്കത് രോഗം മാറാനുള്ള സാധ്യത കൂടുതലാണ്. കോൺസിക്വന്റ്ലി തൽഫലമായിട്ട് they feel better and like hospital treatment and care make a difference to their well-being and quality of life അല്ലേ? അപ്പൊ അതിനെന്താ? ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റും അതിന്റെ പരിചരണവും അവരുടെ ക്ഷേമത്തിനും ജീവിത നിലവാരത്തിനും ഒക്കെ ഒരു മാറ്റം വരുത്തുന്നു എന്ന് അവര് മനസ്സിലാക്കുന്നു. ആ ഒരു ഡിഫറൻസ് വരും അല്ലെ? അത് നമുക്ക് ആ ഓരോ ദിവസം ചെല്ലുന്നതോടെ നമ്മുടെ രോഗം പെട്ടെന്ന് മാറി വരുമല്ലേ? അപ്പൊ എന്താ? അവർക്കുടെ ഒരു ഔട്ട്കം കൂടും അല്ലെ? അതാണ്. അങ്ങനെ വരുമ്പോഴെന്താ? ദിസ് ഓൾസോ ലീഡ്സ് ദം ടു റിമെയിൻ ലോയൽ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വസ്തത കൂടും. ദിസ് ലീഡ്സ് ടു ദം റിമെയിൻ നിലനിർത്താൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഷോ അപ്പ് ഓഫ് ദെയർ അപ്പോയിന്റ്മെന്റ്. വീണ്ടും അവർ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരൂലേ? വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ വരൂലേ? അല്ലേ?
വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുക്കും. അങ്ങനെ ഈ ജനറേറ്റിംഗ്, അപ്പൊ ആ സൈക്കിള് സൃഷ്ടിക്കാൻ, ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്. ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റിന്റെ ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നു. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, അവര് വീണ്ടും വീണ്ടും ആ ഹോസ്പിറ്റലിൽ വരികയും അവര് വീണ്ടും വീണ്ടും അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അവര് വീണ്ടും ആ ഹോസ്പിറ്റൽ, അങ്ങനെ ആ ഒരു സൈക്കിള് ഇതാ ജനറേറ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്കിടെ നല്ല നോർമലി മോർ കംപ്ലൈൻസ് വിത്ത് മീൻസ് ദേ ആർ മോർ പ്രോബബിൾ ടു ഗെറ്റ് ബെറ്റർ ഓഫ് എഫക്റ്റീവ്ലി മാനേജ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. ഒരു സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ വിശ്വാസമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആ ഡോക്ടറിന് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ആ ഡോക്ടർ പറയുന്ന പോലെ കേൾക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് മരുന്നും കാര്യങ്ങളും ഒക്കെ നമുക്ക് കഴിയുമ്പോൾ വിട്ടുമാറാത്ത പല രോഗങ്ങളും മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്കൊരു നല്ലൊരു ഫീല് വരൂലേ, നമുക്ക് രോഗം മാറുന്ന they feel better and hospital treatment, ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിൽ അതെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആശ്വാസം എനിക്ക് കിട്ടി, അത് 2 ദിവസം ഞാൻ മരുന്ന് കഴിച്ചോളൂ, പക്ഷെ എനിക്ക് നല്ലൊരു ആശ്വാസം എനിക്ക് കിട്ടി അല്ലെ, നമുക്കൊരു നല്ലൊരു ഫീല് വരികയാണ്. അപ്പൊ അവർക്കുടെ ക്ഷേമത്തിനും അതുപോലെ നിലവാരത്തിനും മാറ്റം ഉണ്ടാകുക ചെയ്യുന്നത് അല്ലെ, അങ്ങനെ മാറ്റം ഉണ്ടാകുന്നു എന്ന് അവർ കരുതുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ആ ഹോസ്പിറ്റലിനോട് എന്താ പറയാ, എനിക്ക് ആ വിശ്വാസം കൂടിയില്ലേ. ഒരു ദിവസം മരുന്ന് കഴിച്ചു, എനിക്ക് കുറവ് വന്നു, 2ാമത്തെ ദിവസം മരുന്ന്, 3ാമത്തെ ദിവസം ശരിക്കും മാറി. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച എന്റെ അസുഖം പൂർണ്ണമായും മാറി, എനിക്കൊരു വിശ്വാസമായി, പിന്നെ ഞാൻ അവിടെ തന്നെയല്ലേ പോവുള്ളൂ. ആൻഡ് ഷോ അപ്പ് ഓഫ് ദെയർ അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം കൊടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് ഷോ അപ്പ് ഓഫ് ദെയർ, ഒരു വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അങ്ങനെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റിന്റെ ഒരു സൈക്കിള് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകള്. ഓക്കെ, ഞാൻ ഇതും കൂടി നമ്മൾ തീർക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ സമയം 28 അടുത്ത കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, എളുപ്പമുള്ളതാണ്. ഓക്കെ, എന്നാല് കഴിക്കണം. 2 മിനിറ്റ് കൂടി, നമ്മൾ ഒരു 5 മിനിറ്റ് വായിക്കല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്. ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ എന്നാ. നോക്കിയേ, ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്ഡ്? എങ്ങനെ നമുക്കൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ്? Having an effective strategy for enhancing patient satisfaction scores spins around creating an environment in which patient have a positive overall experience with the all members of their medical team. എന്താ, പേഷ്യന്റിന്റെ ആ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകള് വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള പ്ലാനിങ്, ഫലപ്രദമായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, തന്ത്രങ്ങള്. രോഗികൾക്ക് അവരുടെ മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളെയും മൊത്തത്തില് ഒരു നല്ലൊരു അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം അല്ലെ, ലഭിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. അതെന്താ, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? നല്ലൊരു എക്സ്പീരിയൻസ് വേണം. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്കൊരു നല്ലൊരു അനുഭവം, ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റിൽ നമുക്ക് നല്ലൊരു അനുഭവം, ആ ഒരു എന്താ പറയാ, ആ ഒരു അനുഭവം നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള തന്ത്രങ്ങൾ, അതിനുവേണ്ട പ്ലാനിങ് വേണം. ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്താലാണ് നമുക്കത് പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. വെറുതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവര് സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ. നല്ല പ്ലാനിങ് വേണം. പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളിൽ നിന്നും മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണം, വേണ്ടേ? സ്റ്റാഫിന്റെ അവിടുത്തെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയാലാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ.
അല്ലെ? അങ്ങനെ അവര് പേഷ്യന്റ് ആ ഒരു എന്താ പറയാ ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ്, എല്ലാ മെഡിക്കൽ ടീമിന്റെയും കയ്യിൽ നിന്ന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആ പേഷ്യൻസ് അവരുടെ എന്ത് ചെയ്യുന്നുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. അതായത് ആ നല്ലൊരു സർവീസ് കൊടുക്കുകയാണ്, സ്റ്റാഫ് നല്ലതാണ് അല്ലെ, നല്ലൊരു പോസിറ്റീവ് ഓവറോൾ എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കും. ഇതിനകത്ത് തന്നേക്കുന്നത് 8 ക്രിയേറ്റീവ് വേ ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. 8 മാർഗങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള 8 മാർഗങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 ക്രിയേറ്റീവ് വേ ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? എൻഷുർ ടൈംലി ഫോളോ അപ്സ്. എന്താ? കറക്റ്റ് ആയിട്ട് ഫോളോ അപ്സ് ഉറപ്പാക്കാം. സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യൂലേ? നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന് മേടിച്ച് പോയി, ആ പോയ വഴിക്ക് പോയി കഴിഞ്ഞ കാര്യമുണ്ടോ? ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് സമയത്ത് ഫോളോ അപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഉറപ്പുവരുത്തുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലേ? ആണോ? യെസ്, എൻഷുർ ടൈംലി ഫോളോ അപ്സ്. കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത് നോക്കിയേ, ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൂട്ടുകയാണെങ്കിൽ അല്ലെ, ആ സ്റ്റാഫും പേഷ്യന്റും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റൂലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. അടുത്ത നോക്കിയാൽ മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് ദ പേഷ്യൻസ്. ട്രാൻസ്പെറൻസി അതാണ്. അതായത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി. പേഷ്യൻസുമായിട്ട് നല്ലൊരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ? ഒരു ഒഴിവുമായ ഒന്നും പാടില്ല, കൃത്യമായിട്ട് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് അവരെ മാനേജ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക അല്ലെ? അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സമയം ഓക്കെ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാനാണോ കയറുന്നത്, ആതിര മിസ് ആണോ എന്നുള്ളത് അറിയില്ല. മിക്കവാറും ആതിര മിസ് കയറി ചിലപ്പോൾ തീർക്കാൻ, എനിക്ക് വേറെ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് റിവിഷന്റെ കാര്യം എങ്ങനെ, എത്ര ദിവസം ക്ലാസ് ഉണ്ടെന്നൊന്നും ഇവിടുന്ന് ഇൻഫോം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കണോട്ടോ. നിങ്ങൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ അങ്ങനെ ഇത്തിരി ഇതായിരുന്നു എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, ക്വാളിറ്റി മാനേജ്മെന്റിൽ അതൊക്കെ വരുന്ന ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ പഠിക്കാം. ഓവർവ്യൂലും ഉണ്ട്, മറ്റേ ക്വാളിറ്റി മാനേജ്മെന്റിൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കി എല്ലാവരും ഒന്ന് റിവിഷൻ ചെയ്യുക. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുമോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഇവിടുന്ന് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഇനിയിപ്പോ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നമ്മളെ നല്ലോണം ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോരുന്ന നല്ല കുട്ടികളായിരുന്നു. നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് അത് മനസ്സിലായില്ലേ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യും, മനസ്സിലായോ വെച്ചാൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് കുറെ തമ്പുകൾ ഇടും. അങ്ങനെയൊക്കെ തന്നെ വരുമ്പോ നമുക്ക് ക്ലാസ്സിൽ ഒരു പോസിറ്റീവ് ഇതാ. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. കുറേ ബാച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നല്ലൊരു ബെറ്റർ ബാച്ച് തന്നെയായിരുന്നു നിങ്ങളുടെ. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ ടൈം തന്നാലും എന്താണ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ 2 മണിക്കൂർ രാവിലെ മോർണിംഗിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞാലും എന്താ പറയാ, നിങ്ങൾ ആ സമയം തന്നെ റിവിഷന് പഠിക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇരിക്കണോ തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് അത്രയും കവർ ചെയ്യാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ പണികളിലേക്ക് പോകല്ലേ. ഇനിയിപ്പോ നമ്മൾ ഇത്രയും ദിവസം നിങ്ങൾ കുറെ എഫേർട്ട് എടുത്ത ഈ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എക്സാം വരേക്കും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. ആ 2 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഞാൻ നോക്കട്ടെ, എനിക്ക് എക്സാം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. സമയം ഇത്രയായില്ലേ, അതുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പറ്റുവാണെങ്കിൽ ഒന്നുകൂടി ഞാൻ കയറാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.